നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2026 ഏപ്രിലോ മെയിലോ ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. 6 മാസമില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്തെ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ വിലയിരുത്തിയത്. തിരുവനന്തപുരത്ത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ താമര വിരിയുന്ന ഒരു ജില്ല തിരുവനന്തപുരമായിരിക്കും. ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിന്റെ ഒരു സ്വാഭാവികമായ രാഷ്ട്രീയ പരിസ്ഥിതി എന്താണ്? വട്ടിയൂർക്കാവിന്റെ സ്ഥിതി നോക്കുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ഇലക്ഷനിലെ കാര്യം പരിശോധിക്കുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്ന് കണക്ക് പ്രകാരം BJPക്കാണ് ലീഡ്. 2000 മുകളിൽ വോട്ടിന്റെ 2500 അടുപ്പിച്ചുള്ള വോട്ടിന്റെ ലീഡ് BJPക്കാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ നിയമസഭ ഇലക്ഷനകത്ത് 61,000 വോട്ട് VK പ്രശാന്ത് പിടിച്ച മണ്ഡലമാണ് ഇത്. മികച്ച ഭൂരിപക്ഷം. പിന്നെ കണക്കുകൾ നോക്കുമ്പോഴത്തെ 2011 തൊട്ട് BJP സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് കയറിയ മണ്ഡലമാണ്. 2011 VV രാജശേഖരൻ മത്സരിച്ച് 18,000 വോട്ടാണ് കിട്ടിയത്. പിന്നെ 16 എത്തിയപ്പോഴത്തേക്കും കുമ്മനം 2ാം സ്ഥാനത്തോട്ട് TNC 3ാം സ്ഥാനത്തോട്ട് ഇറങ്ങിപ്പോയ കുമ്മനം ആ തെരഞ്ഞെടുപ്പിൽ ഇരിക്കുന്ന 42,000 വോട്ട് പിടിച്ചു. ഏകദേശം 6,000-7,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് KM മുരളീധരൻ ജയിച്ചത്. പിന്നെ 2019 KM മുരളീധരൻ നേരെ വടകരയ്ക്ക് പോകുന്നു. വടകരൻ ജയിച്ച് MP ആകുന്നു. ആ സമയത്ത് ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷനത്താണ് CPM തിരിച്ചു പിടിക്കുന്നത്. VK പ്രശാന്ത് തിരിച്ചു പിടിച്ചത് 43,700 വോട്ട് കേട്ടോ. 2016 43,700 വോട്ട്, 7,622 വോട്ട്, 40,000 വോട്ടാണ് അന്ന് CPM. ഏകദേശം 3,500 വോട്ട് CPM-നേക്കാൾ കൂടുതലാണ്. 2016 കിട്ടിയത്. പക്ഷെ പിന്നെ 2019 മുരളീധരൻ പോയതിനു ശേഷമുള്ള ബൈ ഇലക്ഷനകത്ത് CPM വീണ്ടും ജയിക്കുന്നു. BJP 3ാം സ്ഥാനത്തോട്ട് ഇറങ്ങും. ആ സമയത്ത് ജില്ലാ അധ്യക്ഷനായിരുന്ന സുരേഷ് മത്സരിച്ച സുരേഷാണ് ഒരുപാട് തവണ ഇറങ്ങി. ഏകദേശം 20,000 താഴെ വോട്ട് മാത്രം കിട്ടിയത്. കോൺഗ്രസിന് ആ സമയത്ത് സ്ഥാനാർത്ഥി ഇത്ര സുഖമായിരുന്നു. മോഹൻകുമാർ ആയിരുന്നു. മുൻ MLA മോഹൻകുമാറും ഓക്കെ ആയിരുന്നില്ല. പിന്നെ കാര്യം മാറി. 2021 വീണ്ടും VV രാജ മത്സരിച്ച VV രാജ 2ാം സ്ഥാനത്തോട്ട് എത്തി. പക്ഷെ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമായിരുന്നു. 61,000 വോട്ടിന് 40,000 വോട്ട് എനിക്ക് തോന്നുന്നു എത്തിയില്ലാന്ന് തോന്നുന്നു. 39,000 സംതിങ് ആണ് BJPയുടെ വോട്ട്. കോൺഗ്രസ് വീണനേരം 3ാം സ്ഥാനത്തോട്ട്. ആ വോട്ടിന്റെ മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോഴത്തേക്കും 3 മുന്നണികൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് CPM-നും BJPക്കും കോൺഗ്രസിനും 3 പേർക്ക് ഏകദേശം 40,000 വോട്ടുണ്ട്. 40,000 വോട്ട് കൃത്യമായിട്ട് പല ഇലക്ഷനും കൃത്യമായിട്ട് വീഴുന്നുണ്ട്. സ്ഥാനാർത്ഥി ഇച്ചിരി വീക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ വോട്ടിന് അങ്ങോട്ടും ചില മാറ്റം ഉണ്ടാകും. പക്ഷെ 40,000 വോട്ട് കൃത്യമായിട്ട് വീഴുന്നുണ്ട്. ഒരു 10,000-15,000 വോട്ട് നിഷ്പക്ഷ വോട്ട് ഉണ്ട് മണ്ഡലത്തിൽ മൊത്തം. നഗരമായതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനത്തെ നോക്കി വോട്ട് ചെയ്യുന്ന, പിന്നെ ആ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കി വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കൂടുതൽ. അത് പൊളിറ്റിക്കൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി അല്ലെങ്കിൽ വികസനം നോക്കി സിറ്റുവേഷൻ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലാണ്. അതുകൊണ്ടാണ് VK പ്രശാന്തിന് ഭൂരിപക്ഷം വല്ലാണ്ട് കൂടി. ആ 2 വർഷം കൊറോണ ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണയ്ക്ക് മുൻപ് തന്നെ 2019 അദ്ദേഹം ജയിച്ചിട്ട് കൊറോണ വരുന്നതിന് മുൻപ് തന്നെ ഇവിടുള്ള പ്രവർത്തനം ഭയങ്കര മികച്ചതായിരുന്നു. കാരണം വെച്ചാല് 2019 അദ്ദേഹത്തിന്റെ ബൈ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ന്യൂസെറ്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തെ പ്രീപോൾ സർവേ. ആ സമയത്ത് തന്നെ ഉറപ്പായിരുന്നു പുള്ളി ജയിക്കത്തുള്ളൂ. ഭൂരിപക്ഷം ഇത് കാര്യം മാത്രമേ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ 2021 വേറെ ഇലക്ഷൻ സർവേ ചെയ്ത് വർക്ക് ചെയ്തു. ആ സമയത്തും തിരുവനന്തപുരത്ത് ആർക്കും ഡൗട്ട് ഇല്ലാതിരുന്ന മണ്ഡലം വട്ടിയൂർക്കാവ് മാത്രമായിരുന്നു. തിരുവനന്തപുരം മണ്ഡലമായാലും നിയമമണ്ഡലമായാലും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. ആര് ജയിക്കും, BJP ജയിക്കുമോ, അത് കോൺഗ്രസ് ജയിക്കുമോ, CPM ജയിക്കുമോ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഡൗട്ടും ഇല്ലാതിരുന്ന മണ്ഡലം വട്ടിയൂർക്കാവായിരുന്നു. അത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. റോഡുകൾ പലതും മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുള്ളിടത്ത് ഏറ്റവും എന്റെ ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കടയിരിക്കുന്ന റോഡിന്റെ ഫ്രണ്ടില് ഭയങ്കര മോശം റോഡാണ്. കൗൺസിലർ CPM ആയിരുന്നു. CPM-ന്റെ കൗൺസിലറിനെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമൊന്നും നടന്നില്ല. അവസാനം പുള്ളിക്കാരൻ MLA വിളിച്ചു. കൗൺസിലർ വരുന്നതിന് മുന്നേ MLA വന്നു. റോഡിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇലക്ഷന് മുന്നേ ആ റോഡിന്റെ പണി തീരും. ആ വാർഡിൽ എന്തായാലും വോട്ട് കിട്ടാൻ പോകുന്ന അദ്ദേഹത്തിന് കൗൺസിലർ അവിടെ CPM-ന് വോട്ട് കുറഞ്ഞു ഈ തദ്ദേശ ഇലക്ഷൻ. പക്ഷെ MLA നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മികച്ചതാണ്. അങ്ങനെ ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ഒരു MLA ആണ് VK പ്രശാന്ത്. വെച്ചാൽ ആൾക്കാർക്ക് അപ്രോച്ചബിൾ ആണ്. ഇവിടെ ശാസ്താമംഗലത്താണ് അദ്ദേഹത്തിന്റെ MLA ഓഫീസ്. നമുക്ക് വേണമെങ്കിലും പോയി സംസാരിക്കാം. അങ്ങനെയുള്ള ഒരാളെ തോൽപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. ശരി, ഞാൻ അതിന്റെ മറ്റൊരു ആസ്പെക്ട് കൂടെ പറയാം. 2016 ഞാൻ ജന TV-യിലാണ്. 2016 ഈ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാര് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ട്. നേമത്ത് O രാജഗോപാലും വട്ടിയൂർക്കാവില് കുമ്മനം രാജശേഖരൻ.
ഒ രാജഗോപാൽ കേരളത്തിലെ വളരെ പരിണിതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, BJPയുടെ ഒരു മുഖമാണ്. രാജേട്ടൻ ഒരു RSSന്റെ ഒരു പ്രചാരകൻ അല്ലെങ്കിൽ ഒരു RSSന്റെ ഒരു സൈദ്ധാന്തികൻ എന്ന നിലയിൽ നിന്ന് വന്ന് പൊളിറ്റിക്സിലേക്ക് മാറി വന്ന ഒരാൾ. സംസ്ഥാന അധ്യക്ഷനായിരുന്നു ആ സമയത്ത് അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന് പോലും പിന്നെ BJPയുടെ ഒരു തലപ്പത്തേക്ക് എത്തണമെന്ന് ആഗ്രഹം ഉള്ള മനുഷ്യനല്ല. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിനോട് ഒരു നിയോഗം കൊടുത്തു, താങ്കൾ പട്ടിക മത്സരിക്കുമെന്ന്. അപ്പൊ ഈ രണ്ട് മണ്ഡലങ്ങളിൽ നടന്ന വ്യത്യാസം എന്ന് പറയുന്നത്, നേമത്ത് വളരെ സൈലന്റ് ആയിട്ടുള്ള വർക്ക് നടക്കും. നേമത്ത് സൈലന്റ് വർക്ക് എന്ന് പറയുന്നത്, നേമത്ത് നമുക്ക് പുറമെ ഭയങ്കരമായ ആഘോഷങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. വട്ടിയൂർക്കാവിൽ അങ്ങനെയല്ല. രാജേട്ടൻ വന്നതോടുകൂടി വട്ടിയൂർക്കാവിലെ ചെറുപ്പക്കാരെ ഉണർന്നു. അതിഭയങ്കരമായ വർക്കായിരുന്നു. എല്ലായിടത്തും ഓരോ ദിവസങ്ങളും പ്രചരണ പരിപാടികള്, ഓരോ റോഡ് ഷോയ്ക്കും ആയിരങ്ങളാണ് വന്നത്. അപ്പൊ സ്വാഭാവികമായും എനിക്ക് തന്നെ സംശയം ഉണ്ടായി, നേമത്ത് തോൽക്കും, വട്ടിയൂർക്കാവ് വിജയിക്കും. പക്ഷെ നേമം അന്ന് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് RSS ആണ്. ഗ്രാസ് റൂട്ട് ലെവലില് നേമത്ത് അതിഭീകരമായിട്ടുള്ള വർക്കാണ്. പിന്നെ നേമത്ത് രാജഗോപാലാണ് ഒരു നിഷ്പക്ഷ വ്യക്തിത്വമുള്ള ആളുകളൊക്കെ രാജഗോപാലിന് അനുകൂലമാകും. പിന്നെ അതുപോലെ ശിവൻകുട്ടിയുടെ അന്നത്തെ നിയമസഭയുടെ പ്രശ്നങ്ങളൊക്കെ, പിന്നെ സുരേന്ദ്രൻപിള്ളയായിരുന്നു UDFന്റേത്. അതൊരു ഘടകമായി മാറി. ഞാൻ അവിടെ വട്ടിയൂർക്കാവിൽ പറയുന്നത്, വട്ടിയൂർക്കാവിൽ അന്ന് K മുരളീധരൻ അല്ലാതെ കേരളത്തിൽ കോൺഗ്രസിന്റെ വേറെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ ജയിച്ചേനെ. അന്ന് CPIയുടെ വളരെ അതിശക്തനായിട്ടുള്ള ഒരു പ്രവർത്തകൻ, ഒരു നേതാവായിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞത് K മുരളീധരൻ ആയതുകൊണ്ട് മാത്രം. മുരളീധരൻ ഈ പറയുന്നത് പോലെ ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ആളാണ്, ആർക്ക് വേണോ ചെന്ന് കാണാം. മുരളീധരൻ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് മത്സരിച്ചാൽ CPIയുടെ വോട്ടാണെന്ന് ആലോചിച്ചോളൂ, ഞാൻ വോട്ട് കുമ്മനത്തിന് കൊടുത്തനെ, രാഷ്ട്രീയം നോക്കാതെ. അങ്ങനെ 43,500 വോട്ട് നേടിയ ഒരു മണ്ഡലം, ആ മണ്ഡലം അപ്പോ BJPക്ക് വളരെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലം അവിടെ നിന്ന് ഇപ്പൊ 2026 10 വർഷം കഴിയുമ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോഴും 2016 എങ്ങനെ നിൽക്കുന്നോ അവിടെ നിന്ന് BJPയുടെ വോട്ട് വളർന്നിട്ടേ ഉള്ളൂ. അപ്പൊ പക്ഷേ അച്യുത് പറഞ്ഞതുപോലെ BJP പിന്നെ ഒരുപാട് പുറകിലോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. 2019 ബൈ ഇലക്ഷൻ, 2021 40,000 എത്താൻ പറ്റിയിട്ടില്ല. 61,000 പ്രശാന്ത് പോയി. അവിടെ ഞാൻ പറയുന്ന ഒരു കാരണം, ഒന്ന് പ്രശാന്ത് എന്ന് പറയുന്ന മേയർ ബ്രോയുടെ 2019 ഒരു ഇമേജ്, 2021 കേരളത്തിൽ ആഞ്ഞടിച്ച ഒരു ഇടത് തരംഗം. ഈ രണ്ട് തരംഗത്തിൽ ചെറുപ്പക്കാരനായ വലിയ ആരോപണമൊന്നും കേൾക്കാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പിന്നെ വട്ടിയൂർക്കാവിന്റെ വോട്ടർമാരുടെ ഒരു മനസ്സുകൂടെ അനുസൃതമായപ്പോൾ അത് മാറി. തിരിച്ച് 2026 വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെങ്കിൽ K മുരളീധരൻ, VK പ്രശാന്ത്, ഈ രണ്ടുപേര് നേർക്ക് നൽകും. BJPക്ക് കുമ്മനത്തിനെ പോലെയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇനിയിപ്പം ശ്രീലേഖയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരാളോ മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൊതുസമ്മതനായിട്ടുള്ള ഒരു വ്യക്തി, നമ്മൾ KS രാധാകൃഷ്ണനെയൊക്കെ പരീക്ഷയില്ലേ, ഇല്ലെങ്കിൽ അതുപോലെ പലരും ഉണ്ടല്ലോ, ഒരു വ്യക്തി അവിടെ വരികയാണ്. ഈ 40,000 എന്ന് പറയുന്ന BJPയുടെ ബേസ് വോട്ടും RSSന്റെ എണ്ണയിട്ട് യന്ത്രം പോലെയുള്ള ഇപ്പോഴത്തെ പ്രവർത്തനവും ഈ പറയുന്ന പൊതുസമ്മതനായ ഒരു വ്യക്തിയുടെ 10,000 വോട്ടും കൂടെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ BJPക്ക് അവിടെ സാധ്യതയില്ല. പക്ഷെ BJPക്ക് സാധ്യത, അതിനകത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, മുരളീധരൻ അടുത്ത തവണ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത് വട്ടിയൂർക്കാവാണ്. കാരണം 2 തവണ ജയിച്ച മണ്ഡലമാണ്. അടുത്ത തവണ UDFന്റെ സർക്കാർ വന്ന ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. തീർച്ചയായിട്ടും നല്ല വകുപ്പ് കിട്ടും. അപ്പൊ അദ്ദേഹം തയ്യാറെടുത്ത് അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷനെ ചുക്കാൻ പിടിച്ചത്. ചുക്കാൻ പിടിച്ചപ്പം ബൂത്ത് എല്ലാം സജീവമാക്കിയെടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ വരും. ആ പൊളിറ്റിക്കൽ ഫൈറ്റ് വരുന്ന സമയത്തുള്ള ഒരു കാര്യം വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥി നോക്കി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത്. അവിടെ കൂടുതലുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അവർ ഒന്ന് അളക്കും, അളന്നേ വോട്ട് ചെയ്യത്തുള്ളൂ. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയാണ്, സ്ഥാനാർത്ഥി നോക്കി അളന്നിട്ട് അവർ വോട്ട് ചെയ്യത്തുള്ളൂ. അത് എവിടെ, നിയമമായാലും വട്ടിയൂർക്കാവായാലും തിരുവനന്തപുരം സ്ഥാനാർത്ഥി നോക്കി അളന്നിട്ട് വോട്ട് ചെയ്യത്തുള്ളൂ. ആ സമയത്ത് മുരളീധരനാണ് വരുന്നതെങ്കിൽ, ഇപ്പോഴത്തെ ഒരു UDF അധികാരത്തിൽ വരുന്നൊരു വേവ് ഉണ്ടെങ്കിൽ മുരളീധരൻ ഒരു അഡ്വാൻറ്റേജ് വരും. തീർച്ചയായിട്ടും മുരളീധരൻ അഡ്വാൻറ്റേജ് വരും. അവിടെ എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ പോരെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കൗൺസിലറോ അല്ലെങ്കിൽ MLAയോ ഒരു MPയോ വന്നു കഴിഞ്ഞാൽ
ആ സ്ഥലത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് തിരുവനന്തപുരത്തുള്ളവർ വോട്ട് ചെയ്യുന്നത്. അതാണ് വി കെ പ്രശാന്തിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. തീർച്ചയായും എന്ന് വെച്ചാല് വി കെ പ്രശാന്ത് ജയിച്ച് MLA സർക്കാർ വന്നില്ല എങ്കിൽ പോലും വി കെ പ്രശാന്ത് അപ്രോച്ചബിൾ ആയിരിക്കും. വി കെ പ്രശാന്തിനെ കൊണ്ട് ബെനിഫിറ്റ് നാട്ടുകാർക്ക് കിട്ടും. കെ മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. മന്ത്രിയെ കൊണ്ട് കാര്യമായി ബെനിഫിറ്റ് കിട്ടും. പക്ഷെ BJP-യുടെ ഒരു നേതാവ് ജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭ എത്തിക്കഴിഞ്ഞാൽ ഒരു MLA എത്തിന്നുള്ള പോയിന്റ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ വോട്ട് കിട്ടണമെങ്കിൽ സീരിയസ് ആയി BJP-ക്ക് അടിത്തറ ഉണ്ടായിരിക്കണം. അതിന് മുകളിലോട്ട് വളർന്നു വരാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അത് തിരുവനന്തപുരത്ത് നേമത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിന്റെ ഒരു കണക്കൂട്ടൽ. കാര്യം വെച്ചാൽ നഗര വോട്ടുകളാണ്. തീർച്ചയായും നെട്ടയം, കാച്ചാണി പോലെ, കൊടുങ്ങല്ലൂർ പോലെ ചില മേഖലകൾ ഉണ്ട് എന്ന് സമ്മതിക്കുന്നു. പക്ഷെ വട്ടിയൂർക്കാവ്, പേരൂർക്കട, കവടിയാർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സിറ്റിയാണ്. കേശവസുരം, പട്ടം, അങ്ങനത്തെ ഒരു സെക്ഷൻ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് സിറ്റിയാണ് വോട്ട് ചെയ്യുന്നത്. അവിടെ സ്ഥാനാർത്ഥി വന്ന് ജയിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആൾക്കാരെ വോട്ട് ചെയ്യത്തുള്ളൂ. അവിടെ വരുമ്പോഴത്തേക്കും BJP-ക്ക് ഒരു നെഗറ്റീവ് ഉണ്ട്, തിരിച്ചടിയുണ്ട്. അതാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെയും തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു പ്ലസ് പോയിന്റ്. അതാണ് അവിടെ സ്ഥാനാർത്ഥി നോക്കിയിട്ട് വോട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ആൾക്കാർ ചിന്തിക്കും. ഞാൻ അംഗീകരിച്ചു. കെ മുരളീധരൻ വരുമ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ 40,000 ബേസ് വോട്ട് ഒപ്പം ഒരു 12,000 വോട്ട് കൂടി കെ മുരളീധരൻ സ്വന്തം നിലയിൽ സമാഹരം കഴിവുള്ള നേതാവാണ്. 2014 ബൂത്തൊക്കെ സജീവമാക്കി അത് പിടിച്ചിട്ടുണ്ട് മുരളീധരൻ. ഉണ്ട് 52,000 വോട്ട് അല്ലെങ്കിൽ 53,000 വോട്ടിന്റെ ആ റേഞ്ചിൽ കെ മുരളീധരനെ നിങ്ങൾ കണക്കാക്കും. അവിടെ ആ വോട്ടിൽ പ്രശാന്തിന്റെ വോട്ടിൽ നിന്നായിരിക്കും ഒരു 10,000 വോട്ട് കുറയുന്നത്, അല്ലെങ്കിൽ ഒരു 8,000 വോട്ട് കുറയുന്നത് അവിടെ നിന്നായിരിക്കും. BJP-യുടെ വോട്ട് ബേസ് വോട്ട് എന്തായാലും ആരും നല്ലൊരു 40,000 വോട്ട് ഉണ്ടല്ലോ. അത് RSS വോട്ടും BJP വോട്ടും ചേർന്നതാണ്. ഞാനിപ്പോൾ അച്ഛനോട് പറയുന്നത് കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. BJP വട്ടിയൂർക്കാവിലേക്ക് ഒരു അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുകയാണ്. കാര്യം BJP മെട്രോമാൻ ശ്രീധരനെ രംഗത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിരവധി ആളുകൾ രംഗത്തിറക്കി. ഇന്ന് BJP-യിൽ TP സെൻകുമാർ, ഞാൻ ആ വ്യക്തി മത്സരിക്കുന്ന ഒന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് BJP-യിലേക്ക് ഒരുപാട് ആളുകൾ വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. BJP-യുടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ശ്രീലയെ നമ്മുടെ കൗൺസിലിൽ, നമ്മുടെ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ച പാർട്ടിയാണ്. ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി 40,000 BJP-യുടെ ബേസ് വോട്ടിനൊപ്പം 10,000 വോട്ട് കൂടി ഈ വ്യക്തി വിജയിച്ചാൽ മണ്ഡലത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ വരുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് വരില്ലേ എന്നാണ്. ഫൈറ്റ് എന്തായാലും ഉണ്ട്. ഫൈറ്റിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുരളീധരൻ മത്സരിക്കാൻ വരികയാണെങ്കിൽ ഫൈറ്റ് എന്തായാലും ഉണ്ട്. കാരണം വെച്ചാൽ ഈ തദ്ദേശ ഇലക്ഷനകത്ത് BJP അഡ്വാൻറ്റേജ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ ജയിച്ച MLA മുരളീധരൻ വീണ്ടും വരികയാണ്. നിലവിൽ ഇപ്പോഴത്തെ MLA വി കെ പ്രശാന്ത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും മികച്ച ത്രികോണ മത്സരം സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവ്. പക്ഷെ അവിടെ BJP-ക്ക് അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് വേണം. കാൻഡിഡേറ്റ് അല്ല, BJP-ക്ക് അങ്ങനത്തെ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ 40,000 വോട്ട് BJP-ക്ക് പുൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, 2019 ബൈ ഇലക്ഷനകത്ത് 29,000 താന്നു പോയ പോലെ സിറ്റുവേഷൻ വരരുത്. ഞാൻ അതാ പറഞ്ഞത്. BJP-ക്ക് ഈ രണ്ട് ഗഡാഗഡിന്മാരുടെ ഇടയിൽ BJP-ക്ക് ഒരു അപ്രസക്തനായ സ്ഥാനാർത്ഥി വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് BJP-ക്ക് ഒരു ഗംഭീരനായ സ്ഥാനാർത്ഥി വരണം. പക്ഷെ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങൾ BJP പിടിക്കുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. നമ്മൾ നേരത്തെ RSS-ന്റെ ഗ്രൗണ്ട് സർവേ ഒക്കെ നമ്മൾ ചെയ്തപ്പോഴും നമ്മൾ എന്താ പറയുന്നത് 50-55, പക്ഷെ കറക്റ്റ് ഏകദേശം അതിലേക്ക് വരും. ഞാൻ ഇപ്പോഴും പറയുന്നത് RSS-ന് അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. തിരുവനന്തപുരത്ത് 3 സീറ്റുകൾ പിടിക്കാമെന്ന് അതിൽ അവർ നിയമം ഉറപ്പിക്കുന്നു. രണ്ടാമത് കഴക്കൂട്ടത്തെക്കാൾ അവര് വിശ്വസിക്കുന്നത് തദ്ദേശ ഇലക്ഷനിലൊരു അഡ്വാൻറ്റേജ് അവർക്ക് വട്ടിയൂർക്കാവിലുണ്ട്. അത് അവര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ പ്രശാന്താണ്. തീർച്ചയായിട്ടും ഞാൻ പ്രശാന്തിന് ഒരു കാരണവശാലും കുറച്ച് കാണാൻ 100% അങ്ങനെ കുറച്ച് കാണുന്നില്ല. പ്രശാന്ത് നല്ലൊരു ഫൈറ്ററാണ്, പൊളിറ്റീഷ്യനാണ്. അയാൾ ആ മണ്ഡലത്തിന് അയാൾ കൃത്യമായിട്ട് അയാളുടെ കൈ എടുത്തു കഴിഞ്ഞു. പക്ഷെ അവിടെയും ഇത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒരു ഇതാണല്ലോ. അപ്പോ കെ മുരളീധരൻ, വി കെ പ്രശാന്ത്, അടുത്ത 3 ആ ചോദ്യചിഹ്നമാണുള്ളത്. ആ ചോദ്യചിഹ്നത്തിൽ വളരെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്ലേസ് ചെയ്യാൻ BJP-ക്ക് പറ്റിയാൽ BJP-ക്ക് വേണമെങ്കിൽ കളം പിടിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എവിടെയൊക്കെ ഈ BJP, CPM ഈ 3 കക്ഷികൾ മത്സരിക്കുന്നുണ്ട് അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ താങ്ങും. നേമത്ത് കോൺഗ്രസ് സ്വല്പം താന്നായിരിക്കുന്നത്, പാലക്കാട് CPM കുറച്ച് താന്നായിരിക്കുന്നത്. പക്ഷെ വട്ടിയൂർക്കാവിലേക്ക് എത്തുമ്പോഴത്തേക്കും 3 പേരും തുല്യ ബലാബലമാണ്. അപ്പൊ ഏറ്റവും സീരിയസ് മത്സരം നടക്കാൻ പോകുന്ന വട്ടിയൂർക്കാവ് ഭയങ്കര രസകരമായിരിക്കും എന്റെ മനസ്സ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും രസകരമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാവും വട്ടിയൂർക്കാവ്. ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്.
വി കെ പ്രശാന്ത് ഏറ്റവും നല്ല ഒരു MLA ആണ്, ഫൈറ്ററാണ്. കഴിഞ്ഞ തവണ 60,000-ലധികം വോട്ട് നേടിയ ആളാണ്. അടുത്ത് എതിരായിട്ട് വരുന്ന കോൺഗ്രസിൻ്റെത് ജൈന്റ് കില്ലർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ആളാണ് കെ മുരളീധരൻ. ഒരു വലിയ ജനക്കൂട്ടത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിക്കാൻ കഴിവുള്ള ഒരു നേതാവ്. അവിടെ കുമ്മനത്തിനെ പോലെ അതുപോലെ ഒരു വലിയ ഫൈറ്റർ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കുമ്മനമൊന്നല്ല, ഒരു ഫൈറ്ററെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം വീറുട്ട് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറും. അടുത്ത മറ്റൊരു മണ്ഡലവുമായി നാളെ കാണാം.